അള്ളാഹു നമുക്ക് ചെയ്തതായ അനുഗ്രഹമാണ്. ഇവിടെ തണുപ്പാവട്ടെ ചൂടാവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ ജീവിക്കുന്നവരോട് പ്രത്യേകിച്ച് മൻ സബറ അലാ ലഅവാഇഹ ഫസഅകൂനു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മദീനയിൽ നിന്നിട്ട് മദീനയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടെ വരുന്നതായ മരം കോച്ചുന്ന തണുപ്പോ അല്ലെങ്കിൽ അത്യുഷ്ണമോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എന്ത് പ്രയാസമോ ഒരാൾ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു സത്യവിശ്വാസി സഹിക്കേണ്ട ചുറ്റുപാടുണ്ടായി കഴിഞ്ഞാൽ അവന് ഞാൻ പരലോകത്തിൽ സാക്ഷിയോ ശുപാർശയോ ആകുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മഹാഭാഗ്യം നമുക്ക് കിട്ടുന്ന ഒരു നേട്ടമാണത്. ഈ പ്രത്യേകത നമ്മളിൽ ഉണ്ടാവണം. അതെന്താണ്? ക്ഷമ കൈക്കൊള്ളണം. അള്ളാഹുവിൻ്റെ വിധിയല്ലേ, അള്ളാഹു റസൂലിൻ്റെ നാടല്ലേ, വരുന്നത് വരട്ടെ. പ്രയാസമാണെങ്കിൽ പ്രയാസം, തണുപ്പാണെങ്കിൽ തണുപ്പ്, ചൂടാണെങ്കിൽ ചൂട്, അത് അള്ളാഹുവിന് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന കരുത്തോടു കൂടി ഒരാൾ അത് അനുഭവിക്കുകയാണെങ്കിൽ അവന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് പരലോകത്തിൽ ലഭിക്കുമെന്നത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കൂടി സ്ഥിരീകരിക്കപ്പെട്ടതായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള തണുപ്പിനെ കുറിച്ച് മദീന ഇമാം സംസാരിച്ചപ്പോൾ തണുപ്പ് സന്ദർഭത്തിൽ നമ്മുടെ കീഴിൽ ജീവിക്കുന്നവർക്ക് വേണ്ടതായ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളതായ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ഊളൻ വസ്ത്രങ്ങളൊക്കെ ആവശ്യം വരുന്നവർക്ക് വാങ്ങിക്കൊടുക്കണം. വാങ്ങിക്കൊടുക്കുന്നതായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവര് പരസ്പരം അങ്ങും ഇങ്ങും കല്യാണം കഴിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഭാതത്തിൽ ഉപ്പ് ഭക്ഷണത്തിന് കുറഞ്ഞത് കാരണത്താലോ ഒരു നിസ്സാര കാരണത്താലോ തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന വേളയിൽ കുട്ടികൾ നാഥനില്ലാത്ത നായപ്പടകളം ആയി മാറുന്നു. അവർക്കാരും അവരെ ശുശ്രൂഷിക്കാനില്ല. അവർക്ക് ആ ശുശ്രൂഷിക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ ഉമ്മ വിചാരിക്കും വാപ്പ നോക്കട്ടെ, വാപ്പ വിചാരിക്കും ഉമ്മ നോക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും അങ്ങും ഇങ്ങും വലിച്ചെറിയും. അതോടുകൂടി കുട്ടികളായിരിക്കുമെന്ത് പ്രയാസത്തിൽ അകപ്പെടുക. ഈ തണുപ്പ് കാലം വരുമ്പോൾ എത്രയോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ, അങ്ങനെയുള്ള തലാഖ് ചെല്ലപ്പെട്ടവർ കുടുംബത്തിലുണ്ടാകുന്ന കുട്ടികളൊക്കെ അവർക്ക് അവരുടെ തണുപ്പിൽ നിന്നിട്ട് പ്രതിരോധിക്കാനുള്ള വസ്ത്രമില്ലാതെ മദ്രസയിലേക്കും സ്കൂളിലേക്കും മറ്റൊക്കെ വരുന്നതായിട്ട് കണ്ടതായ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി സാമ്പത്തിക ശേഷിയുള്ളവർ മൊത്തത്തിൽ എന്ത് വേണം? കഴിവിൻ്റെ പരമാവധി. കഴിവില്ലാത്തവര്, അഭയാർത്ഥികൾ വേറെ, ജയിൽ പുള്ളികൾ വേറെ, നാട് വിട്ടോടിയവർ വേറെ, അങ്ങനെ പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾ തണുപ്പ് കാലഘട്ടങ്ങളിൽ തണുപ്പ് നാടുകളിലുണ്ട്. അങ്ങനെയുള്ള നാടുകളിൽ ജീവിക്കുന്നവർക്കൊക്കെ സഹായ സഹകരണങ്ങൾ കഴിവുള്ളവർ ചെയ്തു കൊടുക്കൽ അനിവാര്യമാണ്. നമ്മുടെ നേതാക്കൾ മദീനയിൽ നൂറുകണക്കിൽ ദീനാർ വരെ അതിനുവേണ്ടി ചെലവഴിച്ചവർ തണുപ്പുള്ള കാലഘട്ടത്തിൽ തണുപ്പിൻ്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ കഥകളൊക്കെ ഇന്നത്തെ ഖുതുബയിൽ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പർ ഉള്ള സ്ഥലത്ത് ഉള്ള മിമ്പറിൻ്റെ മീതെ വെച്ച് പ്രസംഗിച്ചതായ ഷെയ്ഖ് സലാഹുൽ ഹുദൈരി സംസാരിച്ച ഇനത്തിൽപ്പെട്ടതായിട്ട് കാണാം. അങ്ങനെ നാമും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരിസരത്തിൽ, നമ്മുടെ കൂടെ വേസ്റ്റായ, നാം പലപ്പോഴും ഉപയോഗിക്കാത്തതായ വസ്ത്രങ്ങളോ കമ്പിളികളോ തണുപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക്, ഇവിടെ പള്ളികളിലെ പരിസരത്തിലൊക്കെ ഹാവിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹാവിയ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്ന സാധനം. എന്തിനെ? നിങ്ങൾ കൊടുക്കുന്നതായ സദഖകളെ, ആ സദഖകളെ വാങ്ങുന്നതായ ഹാവിയാത്ത് പെട്ടികൾ ഉണ്ട് പള്ളിയുടെ പരിസരത്തൊക്കെ. അതിലേക്ക് നിങ്ങൾ എറിഞ്ഞാലും അത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കും അതിനെത്തിക്കുന്നവർ. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മാധ്യമങ്ങൾ മദീനയിലുണ്ട്. അതുപോലെ ലോകത്തിൽ പലയിടങ്ങളിലും പല മാധ്യമങ്ങളായിരിക്കും. അവിടെയെല്ലാം തണുപ്പുള്ള സന്ദർഭത്തിൽ തണുപ്പിൻ്റെ വസ്ത്രം, ചൂടുള്ള സന്ദർഭത്തിൽ ചൂടിൻ്റെ വസ്ത്രം ആവശ്യമുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന കാര്യത്തിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന കാര്യങ്ങളാണ് നീട്ടിവലിച്ച് പല തെളിവുകൾ നിരത്തിവെച്ച്, ചിലപ്പോൾ ആയത്തുകൾ ഓതി, ചിലപ്പോൾ ഹദീസുകൾ ഓതി, ചിലപ്പോൾ സലഫ് സാലിഹുകളുടെ ഹിസ്റ്ററികൾ നിരത്തിവെച്ച് ഇന്ന് മദീന ഇമാമ് മസ്ജിദുൻ നബവിയിലുള്ളതായ മിമ്പറിൻ്റെ മീതെ സാന്ദർഭികമായിട്ട് പറയേണ്ടതായ ഒരു സബ്ജക്റ്റായിട്ട് പറഞ്ഞത്.